ഞാൻ ഇപ്പോൾ 20-ാം തീയതി വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ ഇപ്പോൾ തെങ്ങുമ്മ കയറിയിട്ട് പണി കഴിഞ്ഞിട്ട് വന്ന് ഇവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണ ചെറുക്കൊന്ന് നാസ്താക്കിയിട്ട് കഴിച്ചിട്ടൊന്ന് ഞാനവിടെ പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു സംഭവം കണ്ട്. അതായത് പരിശുദ്ധ ഖുർആനെ പറ്റിയിട്ടും ബൈബിളിനെ പറ്റിയിട്ടും ഓരോരുത്തരുടെ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടും ദൈവത്തെ പറ്റിയിട്ടും പടച്ചോനെ പറ്റി ഒക്കെ പറയാം. ദൈവം പടച്ചൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് എനിക്കത് തെറ്റായി തോന്നിയ. അപ്പോൾ ഞാൻ അത് കാരണം നമ്മൾ ചെയ്യണത് എന്തൊരു സാധനം നമ്മൾ തൂർക്കിടാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒരു കഥ പോലെയാണ്. ഇതന്നെ ആയിക്കോട്ടെ. ഇതിപ്പോൾ ആ ചെറുക്കൻ്റെ ഇവിടെ പണിയെടുക്കണ എൻ്റെ പണിക്കാരൻ ചെറുക്കൻ്റെ രാജു ഓൻ്റെ ദൈവമാണ്. ഇതിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം ഇതാണ്, മുഹമ്മദ് മുസ്തഫ എന്നുള്ളത്. ഇത് രണ്ടും അഞ്ഞ അവിടെ കിടന്നു. ഞാൻ കൂടുതൽ പറയണില്ല. ആ ഫേസ്ബുക്കിൽ കണ്ട് ആ ഫേസ്ബുക്കിൽ നിങ്ങൾ ആ വീഡിയോ കാണട്ടെ. ഇതൊന്നുകൂടി എടുക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇതൊന്നും ഇവിടെ കേൾക്കുന്നില്ല. ഇതിനകത്ത് എന്താ പറയാനുള്ള കാരണം ഒന്നും ഉണ്ടായിട്ടല്ല. ഇവിടെ ഓരോരുത്തർ ആരാധിക്കണം, ബെറ്റുകളൊക്കെ ആരാധിക്കണ ദൈവമാണ്. അത് ഇവിടെ കൊടുന്നിടും. ഞാൻ നാളും പണ്ട് പറഞ്ഞത് ഇവിടെ കൊടുന്നിട്ടിട്ട് എൻ്റെ കടറവിടെ കൊടുത്തിട്ട് ഞാൻ എടുത്തിട്ട് ആ കടറ അവിടെ വെക്കും. അതിന് എന്തോ സഹോദരൻ്റെ ഇതാണ്. അവന് ദൈവത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അവിടെ കൊണ്ടുപോയി ഓരോരുത്തർ വീട് ഇവിടെ കൊടുന്നിടും. ഇത് ഓരോരുത്തർ ഇവിടെ കൊടുന്നിട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നെ അവിടെ കൊണ്ടുപോയി വീട് വിടാം. പിന്നെ ഞാൻ തോന്നി ഇത് നമ്മൾ തൂർക്കിടുന്ന ഒട്ടും ശരിയല്ല. ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തരതാണ്. നമ്മൾ അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിച്ച് നടക്കണം, മറ്റുള്ളവർ ഓരോരുത്തർ ദൈവത്തെ വിശ്വസിച്ച്. അപ്പം നമ്മളത് എടുത്തിട്ട് ഇപ്പം ഞാനത് അവിടെ തൂർക്കിടുക, ഇവിടെ എന്തെങ്കിലും ആ പരിപാടി ഞാൻ ചെയ്യാൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കണുണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ ഒരു ആണി വെച്ചിട്ട് അവിടെ കൊളുത്തിട്ട് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇവിടെ കൊളുത്തിട്ട് അതിന് എന്തെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ എനിക്കിപ്പോൾ എന്നെ ദ്രോഹിക്കാനൊന്നും നിൽക്കണമെന്നില്ല. അത് അതിൻ്റെ പാർട്ടിയിൽ നിന്നോട്ടെ. അവരത് ഓരോരുത്തരുടെ ദൈവം ഓരോരുത്തരതാണ്. പക്ഷേ ഓരോരുത്തരെ കണ്ടറിഞ്ഞിട്ട് ആരാധിക്കുന്ന ആൾക്കാർ അതിനെ തന്നെ ആരാധിക്കണം, വിശ്വസിച്ച് കാണിക്കുന്ന ആൾക്കാർ പിന്നെ നാട്ടിലോട്ട് തൂർക്കിട്ട് തട്ടി കളിക്കാൻ പാടില്ല. പിന്നെ വേറൊരു ദൈവം മാത്രം കൊടുത്തിട്ട് വേറെ ആരാധിക്കുക, ഇതിനടുത്ത് ഒഴിവാക്കുക. എന്നാൽ അങ്ങനെ വെച്ചാൽ നല്ല രീതിയിൽ എവിടെയെങ്കിലും വെക്കുക. ആ പരിപാടിയൊന്നും ഇവിടെ ഓരോരുത്തർ ചെയ്യണില്ല. ഇവിടെ ഉള്ള ആൾക്കാരെ കാര്യം നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യില്ല. കാരണം ഓരോരുത്തരെ വിശ്വാസത്തിൻ്റെ ദൈവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവരെ അതിനനുസരിച്ച് ബഹുമാനം കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ മടക്കിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെക്കും. എന്നിട്ട് വേറെ ഏതെങ്കിലും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് വീണ്ടും ആരാധിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് അവിടെ നല്ലപോലെ കൊടുന്ന് വെച്ച് ഇയാളെ കടറ ഇയാളെടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കും. അങ്ങനെ മണ്ടുമന്താണ് അങ്ങോട്ട് തട്ടി കളിച്ചപ്പോൾ ഞാൻ വെച്ച സംഭവമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക, ഇപ്പോൾ ഇന്നിപ്പോൾ 20-ാം തീയതി ഒരു ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളാരും ഖുർആനായിക്കോട്ടെ മറ്റുള്ളവരെ എന്തായിക്കോട്ടെ അത് നമ്മളെടുത്തിട്ട് അങ്ങോട്ട് കൂടി തട്ടിക്കളിയാണ് തൂർക്കിടെ എന്തെങ്കിലും ആയിക്കോട്ടെ. അത് മറ്റുള്ളവർ കണ്ടിട്ടില്ല, അതെന്തെങ്കിലും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിൽ നിന്നിട്ടാണ് പഠിച്ച് വളരുന്നത് ഓരോ കാര്യങ്ങളും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യന്മാർ ഓരോ ബുദ്ധിയും കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കണം. ഓരോ അക്ഷരങ്ങൾ പഠിക്കണതും ഓരോ ജീവിതം തന്നെ മാറ്റിമറിക്കണതൊക്കെ നമ്മൾ ഓരോരുത്തരെ വാക്കിൽ നിന്നിട്ട് ഓരോരുത്തരെ ഇത്രയും മരണപ്പെട്ട് മരിച്ചു പോയവരൊക്കെ ഉണ്ടാവും. കുറേ നല്ല നല്ല കാര്യങ്ങൾ എഴുതി വെച്ച് പോയിട്ടുണ്ടാവും. അത് മനുഷ്യയും ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ആരും ദ്രോഹിക്കാനും പിടിക്കാനും ഒരു മതത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ തരത്തിൽ കാണാതെ നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് പോവുകച്ചാൽ പടച്ചോൻ നമുക്ക് ഇതേമാതിരി എവിടെയെങ്കിലും ജീവിക്കാനുള്ളൊരു മാർഗ്ഗം തെറ്റ് ചെയ്യാതെ പോവച്ചാൽ അതേമാതിരി അവിടെ നടക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞില്ല. ഏക്കും അതാ അവരാ കുയ്യൂത്തിനോക്കാനെ ഞാൻ ഇന്നലെ രാത്രി എടുത്തില്ല വീഡിയോ. ആ കുഴിയത്തിനടുത്താണ് അവിടെ കുറച്ച് ചളി കട്ടറിൻ്റെ വെള്ളം നിറഞ്ഞു നിന്നിട്ട് 2 ആൾക്കാർ 4 ആളായിട്ട് അതിൽ വീണ്. അത് പാൻറ്റിൻ്റെ ഇതുവരെ ആകെ തീട്ട് വളർത്തി വീണ്. അതിൻ്റെ ഇടയിൽ പിന്നെ കറുത്ത നായും വീണ്. അതൊക്കെ ഇതിവിടെ തുറന്നിട്ടിക്കാണ്. ഒക്കെ ഉണ്ടാക്കണേ ഇല്ലേ, ഇതിപ്പോൾ ഞാൻ അടച്ചാലാണ്. ഇങ്ങനെയൊക്കെ ഇത് അവിടെ ഇവിടെയൊക്കെ തുറന്നെടുക്കുക. ഇതൊക്കെ ആൾക്കാർ വന്ന് ചാടുകയാണ്. എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ അതിൽ തീട്ട് വെള്ളത്തിലൊക്കെ 2-4 മനുഷ്യന്മാർ വീണ്. ആ മനുഷ്യന്മാരൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ അയാൾ ആ വീട്ടിൽ പോയി കക്കൂസിലിരിക്കുമ്പോൾ ഇങ്ങനെ 24 മണിക്കൂർ ഓർക്കും. ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ അതിൽ വീണാൻ ഈ ജന്മത്തിൽ ഇങ്ങനെ ആലോചിക്കും. ഈ മനുഷ്യന്മാർക്ക് കണ്ണ് തന്നിട്ടാണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ വീണത്. എന്നാൽ ഇതിന് നല്ല കണ്ണോട്ടന്മാരാണ് നല്ലത്. ഒരു ഭൂമിൻ്റെ അളി ഒരു വടിയുണ്ട് വെക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കും. എന്നാൽ ശരി, ഓക്കെ, ബൈ. മനസ്സിനുള്ളിൽ പറയാനുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്ടല്ല സന്തോഷമാണ്. അയക്കണേ രാജീവ്, എന്നാൽ മതി.